രാത്രി മുഴുവൻ ഉറങ്ങാതെ കോറിഡോറിലെ ചുവരും പിടിച്ച് വീർത്ത വയറും താങ്ങി അവൾ നടക്കുമ്പോൾ ഹരിക്കും വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. ഈ സമയം ശീതീകരിച്ച AC റൂമിൽ വൈദേഹിയെ ദേഹത്തോട് ചേർത്ത് ശബരി നല്ല ഉറക്കമായിരുന്നു. സ്വസ്ഥമായ ഉറക്കം. രാവിലെ വീണ്ടും ലേബർ റൂമിലേക്ക്. രാത്രി ഉള്ളതുപോലെ ശാന്തമായിരുന്നില്ല അന്തരീക്ഷം. പുറത്തെ വരാന്തയിൽ അക്ഷമയോടെ കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ. ഗർഭിണിയായ ഒരു സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താവെന്ന് തോന്നിക്കുന്നൊരു മനുഷ്യൻ നിൽപ്പുണ്ട്. ആ സ്ത്രീ ഇടയ്ക്കിടെ മൂക്ക് പിഴിയുകയും കരയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ മൂർധാവിൽ ചുംബിക്കുന്നുണ്ട്. തനുവിൻ്റെ ഉള്ളു കലങ്ങി. എന്തിനോ അവൾക്ക് ശബരിയെ കാണണമെന്ന് തോന്നി. ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചെങ്കിൽ, ഒന്നും പേടിക്കണ്ട, കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. രാവിലെ ഫോണെടുത്ത് എയർപ്ലെയിൻ മോഡ് മാറ്റിയപ്പോൾ ആണ് ശബരി ഹരിയുടെ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും റെസ്റ്റുകളും കാണുന്നത്. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. വർഗീസേട്ടനാണ്. വൈദേഹി ബാത്റൂമിലാണ്. ശബരി ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഹലോ കുഞ്ഞെ, ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്നു. മോൻ്റെ ഫോണ് കിട്ടുന്നില്ല. വൈദുകുഞ്ഞിൻ്റെ ഫോണിൽ വിളിച്ചാൽ സംശയം തോന്നുമെന്ന് തോന്നിയാ വിളിക്കാഞ്ഞ്. തനുകുഞ്ഞ് ഹോസ്പിറ്റലിലാണുള്ളത്. ഫോൺ എടുത്തതും വർഗീസേട്ടൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എന്തുപറ്റി? ഡേറ്റ് ആയിട്ടില്ല എന്നുള്ള ഹരി പറഞ്ഞേ. ബ്ലീഡിംഗ് ആയി കുഞ്ഞെ. ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവരികയായിരുന്നു. ഹരി ഇല്ലേ അവിടെ? ഹരിക്കുഞ്ഞ് പുലർച്ചെ പോയി. ആ, വർഗീസേട്ടൻ വെച്ചോ, ഞാൻ ഹരിയെ വിളിച്ചു നോക്കട്ടെ. ശബരി ഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു. നീ ഫോൺ ഓഫാക്കി വെച്ചിട്ട് എവിടെ പോയി കിടക്കായിരുന്നു ശബരി? ഫോൺ എടുത്ത പാടെ ഹരി ചൂടായി. എടാ, 3-4 ദിവസത്തെ ഷൂട്ടിങ്ങും ടെൻഷനും ഇന്നലെ ഒന്ന് ഫ്രീ ആയേ. അതുകൊണ്ട് നല്ലപോലെ കിടന്നുറങ്ങി. നീ അല്ലേ പറഞ്ഞത് അവൾക്ക് ഡേറ്റ് ആവാൻ ഇനിയും 2 വീക്സ് ഉണ്ടെന്ന്? അതൊക്കെ ശരിയാ. ഇതൊന്നും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നിട്ട് എന്തായി? ഡെലിവറി ഇന്നുണ്ടാവുമോ? അല്പം കോംപ്ലിക്കേഷനാണ്, നോക്കാം. എടാ, നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഇല്ലെങ്കിൽ സിസേറിയൻ ചെയ്തേക്ക്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? എൻ്റെ കൊച്ചിനൊന്നും സംഭവിക്കരുത്. അവൻ്റെ സംസാരം കേട്ട് ഹരിക്ക് ചൊറിഞ്ഞു വന്നു. എടാ ഡാഷേ, 19 വയസ്സ് മാത്രമുള്ള ചെറിയ കുഞ്ഞാത്. എങ്ങനെയും അതിൻ്റെ ശരീരത്തിൽ കത്തിയേറ്റാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവനിപ്പോഴും അവൻ്റെ കൊച്ചു മാത്രം. അതിനെ അവളും രക്തവും മാംസവും വേദനയൊക്കെ ഉള്ള ഒരു മനുഷ്യജീവനാണെന്ന് കൂടി ഓർക്കണം. ഈർഷ്യയോടെ അവൻ ഫോൺ ബെഡിലേക്കിട്ടു. ഹരി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ കണ്ടു ലേബർ റൂമിലേക്ക് നടന്നു വരുന്ന തനുവിനെ. അവനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ആർദ്രമായി അവളെ നോക്കി. ഇല്ലെന്നവൾ കണ്ണു ചിമ്മി. ഒന്നും വരില്ല, പ്രാർത്ഥിക്കുക. അവൻ പതിയെ പറഞ്ഞു. അവളുടെ നോട്ടം ഇടയ്ക്കിടെ കോറിഡോറിനപ്പുറത്തേക്ക് നീളുന്നുണ്ടായിരുന്നു. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ. എന്താ കുട്ടി? ഹരി അവളെ നോക്കി. ശബരി സാർ, തനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൻ വരും. അവന് വേണ്ടത് നിന്നല്ലല്ലോ. നിന്നിലൂടെ അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയല്ലേ. അവളുടെ കണ്ണുകളിൽ കാണുന്ന വേദന നേരിടാനാവാതെ ഹരി അസഹ്യതയിൽ തലകുടഞ്ഞു. പാതി മരിച്ചിരിക്കുന്ന അമ്മയെയും വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വർഗീസേട്ടനെയും ഒന്ന് നോക്കി പതിയെ ലേബർ റൂമിലേക്ക് നടന്നു. അകത്തുള്ള അന്തരീക്ഷവും രാത്രിയിലേതുപോലെ ആയിരുന്നില്ല. ഏകദേശം ഉള്ള ബെഡുകളൊക്കെ രോഗികളെ കൊണ്ട് ഫില്ലായിരുന്നു. തനുവിനെ കണ്ടതും നേഴ്സ് അവൾക്കരികിലേക്ക് വന്നു. ഇന്നലെ രാത്രി വന്ന പേഷ്യൻ്റ് അല്ലേ? തനു വെറുതെ തലയാട്ടി. അവർ ടേബിളിൽ വെച്ച ഫയൽ എടുത്തൊന്ന് മറിച്ചു നോക്കി. വരൂ. അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. കർട്ടനിട്ട് മറച്ച് ഒരു ടേബിളിൽ അവളെ കിടത്തി. കാലകത്തി വയ്ക്കൂട്ടോ. എന്തിനുള്ള പുറപ്പാടാണ്? തനുവിന് പിന്നെയും പേടി തോന്നി. ആദ്യത്തേതാണല്ലേ? അവളുടെ ശരീരഭാഗങ്ങൾ യാതൊരു സങ്കോചവും കൂടാതെ വൃത്തിയാക്കുന്നതിനിടയിൽ ആ മാലാക പുഞ്ചിരിയോടെ തനുവിനോട് ചോദിച്ചു. അവൾ തലയാട്ടി. പേടിക്കണ്ട കേട്ടോ, പ്രാർത്ഥിക്ക്. ഹസ്ബൻഡ് ഉണ്ടോ കൂടെ? തനു ഇല്ലെന്ന് തലയാട്ടി. അതെന്തേ? ആള് പുറത്താണോ? അല്ലേലും ഒരു കണക്കിനില്ലാത്തതാണ് നല്ലത്. അല്ലെങ്കിൽ അവരുടെ ടെൻഷനും കൂടെ നമ്മൾ കാണേണ്ടി വരും. ഓരോരുത്തർ കെട്ടിയവൾ ഇവിടെ 1 പ്രസവിക്കുമ്പോഴേക്കും പുറത്ത് ടെൻഷൻ കൊണ്ട് 10 പ്രസവിച്ചിട്ടുണ്ടാവും. അവളിൽ നിന്നും മറുപടി ഒന്നും വരാതെ ആയപ്പോൾ അവർ വീണ്ടും പറഞ്ഞു. തനുവിനപ്പോൾ ഹരി പറഞ്ഞതാണ് ഓർമ്മയിൽ വന്നത്. അവന് നിന്നല്ലല്ലോ വേണ്ടത്, നിന്നിലൂടെ അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയല്ലേ. തനു കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരിറ്റു വേദന സാറിന് തോന്നിയിട്ടുണ്ടാവുമോ? എനിക്ക് വേണ്ടി. കൊച്ചേ, വയറ് കഴുകാൻ മരുന്ന് കയറ്റിയിട്ടുണ്ട്. ആ സൈഡിലെ കട്ടിൽ പോയി കിടന്നു. ബാത്റൂമിൽ പോകാൻ തോന്നുമ്പോൾ പറയണം. വാതിൽ കുറ്റിയിടരുത് കേട്ടോ. മാലാഖയുടെ ശബ്ദം തനുവിനെ ചിന്തയിൽ നിന്നും ഉണർത്തി.
വയറു കഴുകിയതിന് ശേഷം വേദനയ്ക്കുള്ള മരുന്ന് കയറ്റി ഡ്രിപ്പിട്ട് കിടത്തി. വേദന തോന്നുമ്പോൾ പറയണം കേട്ടോ. തനു തലയാട്ടി. തലേന്ന് രാത്രി ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒന്ന് കണ്ണടഞ്ഞു വരുമ്പോഴായിരിക്കും ആരുടെയെങ്കിലും അതിദാരുണമായ നിലവിളി ഉയരുന്നത്. അപ്പുറവും ഇപ്പുറവുമുള്ള ബെഡിൽ ഉള്ളവരെല്ലാം കരയുകയും ഞെരുങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട്. ചിലവർ എഴുന്നേറ്റിരിക്കുന്നു, നടക്കാൻ ശ്രമിക്കുന്നു, കിടക്കുന്നു. ഒരു സ്ത്രീയുടെ കാലിൽ ഞരമ്പെടുത്ത് പിടിച്ചിട്ടുണ്ട്. അവർ വേദന കൊണ്ട് വല്ലാത്ത നിലവിളിയാണ്. ഒരു മാലാഖ അവരെ ആശ്വസിപ്പിച്ച് കാല് തടവി കൊടുക്കുന്നുണ്ട്. പലർക്കും ഉടുതുണിക്ക് പോലും കഥയും ബോധവുമില്ല. എവിടെയും വേദന മാത്രം. ഇടയ്ക്കേതോ സ്ത്രീയുടെ നിലവിളിക്കൊപ്പം കുഞ്ഞു കരയുന്ന ശബ്ദവും. തനുവിന് പിന്നെയും ശ്വാസം മുട്ടി. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ശരീരത്തിലെവിടെയോ ആരോ കൊളുത്തിട്ട് വലിക്കുന്നത് പോലെ തോന്നിയിട്ടാണ് കണ്ണു തുറന്നത്. വയറിന് സമീപം ഇടുപ്പിൽ അസഹ്യമായ വേദന. പതിയെ പതിയെ ആ വേദന ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. വിരൽത്തുമ്പ് മുതൽ മുടിത്തുമ്പ് വരെ പടർന്നു പിടിക്കുന്നു. തൊണ്ട വരളുന്നു, തല ചുറ്റുന്നു. തനു പതിയെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഒരു സിസ്റ്റർ ഓടി വന്നു. എങ്ങോട്ടാ കുട്ടി? എനിക്ക് വേദനിക്കുന്നു. അസഹ്യമായ വേദനയിൽ അവളുടെ മുഖം ചുളിഞ്ഞു. കുട്ടി കിടന്നോളൂ, പെയിൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കണ്ണടച്ചു കിടന്നോളൂ. എനിക്ക് മൂത്രമൊഴിക്കണം സിസ്റ്റർ. കയ്യിലെ ഡ്രിപ്പ് ഊരി മാറ്റി അവരുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ തനുവിന് ശരീരം കോടി പോകുന്നത് പോലെ തോന്നി. അസഹ്യമായ വേദനയാൽ അവളുടെ മുഖം കൂടി. ബാത്റൂമിൽ പോകാൻ തോന്നുന്നത് പോലെ ഉണ്ടോ? മുന്നോട്ട് നടക്കുമ്പോൾ സിസ്റ്റർ ചോദിച്ചു. ഇല്ല. മുക്കരുത് കേട്ടോ, മൂത്രമൊഴിച്ചിട്ട് വേഗം വരണേ. അവർ പുറത്തു കാവൽ നിന്നു. തിരികെ ബെഡിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴേക്കും തനുവിനോട് കരഞ്ഞു പോയിരുന്നു. സിസ്റ്റർ, ഡോക്ടറിനെ വിളിക്കേ, എനിക്ക് വല്ലാതെ നോവുന്നു. ഡോക്ടർ സമയമാകുമ്പോൾ വരും, മോള് പ്രാർത്ഥിക്കേ. അവർ പോയതും തനു പതിയെ കിടക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്നു. ശരീരത്തിലെ ഓരോ അണുവും വേദനിക്കുന്നു. അപ്പാ. അവൾ നിശബ്ദം നിലവിളിച്ചു. ഉച്ചയായപ്പോഴേക്കും ഡോക്ടർ വന്നു. ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ചു. 2 ഫിംഗർ, 3 ഫിംഗർ അകത്തു നിന്നും വിളിച്ചു പറയുന്നത് കേൾക്കാം. ഡോക്ടർ കരികിലെത്തുമ്പോൾ തനുവിന് വേദന അതിൻ്റെ ശതകോടിയിലെത്തിയിരുന്നു. ഡോക്ടർ, എനിക്കിനി വയ്യ, ഞാൻ മരിച്ചു പോവും. അതുവരെ കടിച്ചു പിടിച്ച വേദനയിൽ തനു അവരെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുപോയി. കിടക്കുമോളെ, ഡോക്ടർ നോക്കട്ടെ. അവളെ താങ്ങിപ്പിടിച്ച് ടേബിളിലേക്ക് കിടത്തി. 2 ഫിംഗർ ആയിട്ടേ ഉള്ളൂല്ലോ മോളെ, കുറച്ചുകൂടെ ക്ഷമിക്ക്. ഡോക്ടർ അവളെ അലിവോടെ നോക്കി. ഡോക്ടർ ഫ്ലൂയിഡ് പൊട്ടിച്ചു വിടുമ്പോഴേക്കും തനു തളർന്നു പോയിരുന്നു. തൊട്ടപ്പുറത്തെ ബെഡിൽ കിടന്ന പെൺകുട്ടിയെ അടുത്തുള്ള ടേബിളിൽ കൊണ്ട് കിടത്തി. മുക്ക് മുക്ക് സിസ്റ്റർമാർ അവളോട് പറയുന്നുണ്ടായിരുന്നു. കാലുകൾ വില്ലുപോലെ വളച്ചു വെച്ച് അവളുടെ വയറിൽ സിസ്റ്റർമാർ അമർത്തി ഞെക്കുന്നുണ്ട്. ഒന്ന് ഉത്സാഹിക്കുമോളെ, ദേ ഇങ്ങെത്തി, നല്ലൊരു പുഷി, ഡോക്ടർ അവളോട് പറയുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് അവളിൽ നിന്നുയർന്ന നിലവിളിയോടൊപ്പം കുഞ്ഞിൻ്റെ ശബ്ദവും കേൾക്കായി. തനു കണ്ണുകൾ ഇറുക്കെ അടച്ചു. പിന്നെയും വേദനയുടെ കൊടുമുടി അവൾ നിശബ്ദം താണ്ടി. അതിനിടെ 3 പേര് പ്രസവിച്ചുപോയി. രാവിലെ കയറ്റിയതാണ്. അമ്മയുടെയും പാറുവിൻ്റെയും അവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് പിന്നെയും കരച്ചിൽ വന്നു. ഇടയ്ക്കിടെ വേദന സഹിക്കാതെയാവുമ്പോൾ അവൾ തലയിണയിൽ മുഖമമർത്തി നിലവിളി കടിച്ചു പിടിച്ചു. വൈകിട്ടായി. സിസ്റ്റർമാർ ഇടയ്ക്കിടെ വന്ന് നോക്കുന്നുണ്ട്. അസഹ്യമായ വേദനയുടെ അവസാന മുനമ്പിലെത്തിയപ്പോൾ അവൾക്ക് പിന്നെയും ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. സിസ്റ്റർ, എനിക്ക് ബാത്റൂമിൽ പോകണം. അവിടെ കിടന്നവൾ നിലവിളിച്ചു. എവിടെ? നോക്കട്ടെ. നോക്കണ്ടേ സിസ്റ്റർ, എനിക്ക് ബാത്റൂമിൽ പോകണം. അടങ്ങി കിടക്ക് കുട്ടി, നോക്കട്ടെ. അവർ തനുവിനെ ബലമായി കിടത്തി. 3 ഫിംഗറായി, ഇനി ബാത്റൂമിൽ പോകണ്ട. തനുവിനെയും കൊണ്ടവർ ടേബിളിലേക്ക് നടന്നു. ആരോ ഡോക്ടറെ വിളിച്ചു വന്നു. സിസ്റ്റർ, എനിക്ക് മൂത്രമൊഴിക്കണം. ഇനി പോയ അവിടെ പ്രസവിച്ചു പോകും മോളെ, കുഞ്ഞിറങ്ങി വരുന്ന സമയമല്ലേ, ആരോ പറയുന്നു. ഇടതുവശം ചെരിഞ്ഞു കിടന്ന് മുക്ക് എന്നൊക്കെ നേഴ്സ് പറയുന്നുണ്ട്. ഓരോ വേദനയും 1 10 100 ലക്ഷങ്ങളായി ഓരോ അണുവിലും പാഞ്ഞു കയറി പൊട്ടിത്തെറിക്കുന്നു. ആദ്യം വെറുതെ മുക്കിയതാണെങ്കിൽ പിന്നീട് ശ്വാസം വിടാനാവാത്ത മുക്കലായി. എന്തോ കട്ടിയുള്ള സാധനം തുടകൾക്കിടയിലൂടെ തള്ളി വരുന്നത് പോലെ. അസഹ്യമായ വേദന. ഓരോ ഞരമ്പും പിളരുന്നുണ്ട്. അതിനിടെ വയറിൽ കൈയമർത്തി നഴ്സുമാർ തള്ളിക്കൊണ്ടേയിരുന്നു. ഡോക്ടറുടെ കയ്യിലുള്ള ബ്ലേഡ് പോലുള്ള സാധനം ഒന്ന് താഴ്ന്നപ്പോഴേക്കും കാലുകൾക്കിടയിൽ പച്ച മാംസം പിളർന്നു പോകുന്നത് ശരിക്കറിയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വഴുവഴുത്ത കുഞ്ഞാവയും മറ്റെന്തൊക്കെയോ സാധനങ്ങളും. ആൺകുഞ്ഞ,
പാതി മയക്കത്തിനിടയിൽ ആരോ പറയുന്നത് കേട്ടു. അവൻ വന്ന ഭാഗത്ത് പച്ചയിറച്ചിയിൽ കത്രികയും നൂലുമിട്ട് വലിക്കുമ്പോഴും അവൻ്റെ കരച്ചിൽ കേട്ട് തനുവിൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി മുട്ടിടുന്നുണ്ടായിരുന്നു.